ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. സാഖേജരേഗതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശത് കാമചാരിണീം. അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സാ എന്നാൽ അവൾ. ഇവിടെ ആ പൂതനെക്കുറിച്ചാണ് പറയുന്നത്. ഖേചരി ഏകദോപേത്യ, ഖേചരി ഏകദ ഉപേത്യ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഖേചരി ഏകദോപേത്യ. ഖേചരി എന്ന് പറഞ്ഞാൽ ആകാശചാരികളായിട്ടുള്ള, പൊതുവെ തമോ ഗുണം കൂടുതലുള്ള രാക്ഷസ വർഗത്തിൽപ്പെടുന്നവർക്കൊക്കെയും ഈ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവർക്ക് ഏത് രൂപത്തിലേക്ക് മാറാനും എപ്പോൾ വേണമെങ്കിലും കരയിലൂടെയും ആകാശത്തിലൂടെയും ഒരുപോലെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ തങ്ങളുടെ രൂപത്തെ മാറ്റാനുള്ള കഴിവുള്ളവരുമാണ്. അഥവാ മായ വളരെയധികം കാട്ടുന്നവരാണ് രാക്ഷസന്മാർ. ഇവിടെ ഈ പൂതന എന്ന രാക്ഷസ സ്ത്രീ ഖേചരി, ആകാശത്തുകൂടി സഞ്ചരിക്കുന്നവളായിട്ടുള്ള, അത് രാക്ഷസ ഗുണമാണ്. നമ്മൾ രാമായണത്തിൽ പലയിടത്തും നമുക്ക് കാണാം. ശൂർപ്പണഖയെ പോലെയുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആകാശചാരിയാണെന്ന് പറയാറുണ്ട്. രാത്രിഞ്ചരികളാണ് ഇവരൊക്കെ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഇതേപോലെ രൂപം മാറുന്ന കഥയും നമുക്കവിടെ കാണാം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുൻപിൽ വരുമ്പോൾ സുന്ദരീ വേഷം ധരിച്ചാണ് വരുന്നത്. തൻ്റെ യഥാർത്ഥ രൂപത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. ഇവിടെയും നിശാചരിയായിട്ടുള്ള, പൊതുവെ രാക്ഷസ സ്വഭാവം കൂടുതലുള്ളവരൊക്കെ രാത്രിയിൽ കൂടുതൽ സഞ്ചരിക്കുന്നവരാണ്, നിശാചരികളാണ്. അതേപോലെ ഗഗനചാരികളാണ്. ഇവിടെയും പറയാണ് ഖേചരി, ആകാശചാരിയായ ആ പൂതന ഏകദ, ഒരു നാൾ, ഉപേത്യ എന്നാൽ വന്നിട്ട്. ഇവിടെ ഗോകുലത്തിൽ വരുന്ന ഇനിയും തുടങ്ങുകയാണ് ഭഗവാന്റെ ലീലകളുടെ ആ മനോഹരമായ കാഴ്ച തുടങ്ങുകയാണ്. ഇവിടെ വന്നിട്ട്, പ്രാപിച്ചിട്ട്. പൂതന എന്ന് പറഞ്ഞാൽ പൂതന തന്നെ. പൂതന എന്ന ആചാര്യന്മാർ അതിനെ അർത്ഥവിചാരം ചെയ്യാറുണ്ട്. അഥവാ ഒട്ടും തന്നെ, പൂത എന്നാൽ ശുദ്ധമായത്, പൂതന എന്നാൽ ഒട്ടും തന്നെ ശുദ്ധയല്ലാത്തവൾ. ഇവിടെ തമോ ഗുണം ഏറെയുള്ള നിശാചരിയായിട്ടുള്ള, ഗഗനചാരിയായിട്ടുള്ള ആ പൂതന ഇവിടെ എത്തിയിട്ട് നന്ദഗോകുലം, ആ നന്ദഗോപരുടെ ഗോകുലത്തെ വന്ന് പ്രാപിച്ചിട്ട്, എത്തിയിട്ട് യോഷിത്വ എന്നാൽ ഇവിടെ യോഷിത്വ എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട്. കാരണം തൻ്റെ ആ രാക്ഷസ രൂപത്തിൽ ഗോകുലത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നറിയാം. അവിടെ ആ ഗോകുലം എന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ ഐക്യഭാവം ഒരു പക്ഷേ രാക്ഷസഭാവത്തിൽ വരുന്ന അവിടെ താൻ വന്നത് ഒരു ദുരുദ്ദേശത്തിലാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുകയും അവർ ഒന്നു ചേർന്ന് തന്നെ ആക്രമിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയല്ല വരുന്നത് ആരെ കാണാനാ? നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനാണ്. അതുകൊണ്ട് തന്നെ സുന്ദരിയായിട്ട് ഒരു സുന്ദരി വേഷം ധരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. നമുക്കറിയാം, ശൂർപ്പണഖ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണാൻ എത്തിയതും തൻ്റെ യഥാർത്ഥ ഭാവത്തെ മറച്ചുകൊണ്ടൊരു സുന്ദരീ രൂപം പൂണ്ടുകൊണ്ടാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് തൻ്റെ മായ കൊണ്ട് തൻ്റെ തന്നെ രൂപത്തെ അങ്ങോട്ട് മറച്ചുകൊണ്ട് ഒരു സുന്ദരീഭാവം പൂണ്ടുകൊണ്ടാണ് ഇവിടെയും പൂതന എത്തുന്നത്. പക്ഷേ ഈ വരുന്ന രാക്ഷസികൾ അറിയുന്നില്ല, മായയ്ക്കു പോലും സ്പർശിക്കാനാവാത്ത, അടുക്കാനാവാത്ത ഒന്നാണ് ഈ ചൈതന്യമൂർത്തി എന്നുള്ളത്. അങ്ങനെ
യോഷിത്വ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിച്ച് മായയാത്മാനം, മായയാ ആത്മാനമാണ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മായയാ ആത്മാനം. മായയ എന്ന് പറഞ്ഞാൽ തൻ്റെ മായ കൊണ്ട്, ആത്മാനം, ആത്മാനം എന്നാൽ തൻ്റെ ദേഹത്തെ അങ്ങനെ ഒരു സുന്ദരിയുടെ രൂപമാക്കി മാറ്റിക്കൊണ്ട് പ്രാവിശത്, പ്രാവിശത് എന്നാൽ പ്രവേശിച്ചു. കാമചാരിണി, കാമം എന്നാൽ ആഗ്രഹം, കാമചാരിണി തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തനിക്കിഷ്ടം പോലെ സഞ്ചരിക്കാൻ കഴിവുള്ളവളായിട്ടുള്ള ആ പൂതന തൻ്റെ മായ കൊണ്ട് തൻ്റെ തന്നെ രൂപത്തെ മാറ്റിക്കൊണ്ട്, ഒരു തൻ്റെ യഥാർത്ഥ ഭാവത്തെ മറച്ചുകൊണ്ട് ആ മായയെ അവലംബിച്ചുകൊണ്ട് ഒരു സുന്ദരീഭാവം, സുന്ദര സ്ത്രീയുടെ രൂപം ധരിച്ചുകൊണ്ട് ദാ ഇപ്പോൾ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നമുക്കറിയാം, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന മായയുടെ അധിപനാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ. ആ ഭഗവാനെ കാണാനായിട്ട് തൻ്റെ മായ കൊണ്ട് തന്നെ തന്നെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ പൂതന മായയ്ക്കു പ്രവേശനമില്ലാത്ത ഒരിടത്തേക്ക് തൻ്റെ മായ കാട്ടാൻ വരുന്ന അജ്ഞാനത്തിൻ്റെ ഭാവം നമുക്ക് ആ പൂതനയുടെ ഈ ചേഷ്ടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭഗവാന്റെ അടുത്തേക്ക് ആ മായയ്ക്ക് പ്രവേശിക്കാനാവില്ല, മായയ്ക്ക് സ്പർശിക്കാനാവില്ല. കാരണം മായ ഭഗവാനിൽ നിന്നും ദൂരെ നിർത്തുന്ന, ഭഗവാനിലേക്ക് അടുക്കുന്ന ഭഗവാന്റെ ഇഷ്ടരെ പോലും ഭഗവാനിൽ നിന്ന് ദൂരേക്ക് നിർത്തുന്ന ഒന്നാണ് മായ. ആ മായയെ അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ പൂതന വന്നിരിക്കുന്ന ഭഗവാനിലേക്ക് അടുക്കാനായിട്ട്. രാക്ഷസ സ്ത്രീകൾ പോലും, മായയാൽ ബന്ധിതരായിട്ടുള്ളവർ പോലും ആ മായയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ മായയുടെ നാഥനായിരിക്കുന്ന ഭഗവാനെ തേടിയാണ് എത്തുന്നത്. മായയ്ക്ക് അതീതനായിട്ടുള്ള ഭഗവാനാകട്ടെ തൻ്റെ മായ കൊണ്ട് തൻ്റെ ലീലകൾക്ക് തുടക്കം കുറിക്കുകയാണിവിടെ. അത് നമുക്ക് വരും ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിശാചരിയായിട്ടുള്ള, ഗഗനചാരിയായിട്ടുള്ള, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആ രാക്ഷസ സ്ത്രീയായിട്ടുള്ള പൂതന തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ളത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കരയിലൂടെയും ആകാശത്തിലൂടെയും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ് ഈ രാക്ഷസവർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആകാശത്തിലൂടെ സഞ്ചരിച്ചു വരാൻ കാരണം വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ്. നമുക്ക് നടന്നും ഒരിടത്ത് പോകാം, കാറിലും പോകാം, അല്ലേ? പല ഉപാധികളുണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ. അപ്പം ലക്ഷ്യത്തിലേക്ക് എത്താൻ തിടുക്കം ഉള്ളവർക്ക് ഏറ്റവും വേഗതയേറിയ ഉപാധി സ്വീകരിക്കുന്നത് പോലെ ഇവിടെ ഈ പൂതന സ്വീകരിച്ചത് ആകാശമാർഗത്തിലൂടെ ഗോകുലത്തിന് സമീപത്തിലേക്ക് എത്തിച്ചേരുക. അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ്, ആ ഗോകുലത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നതിന് മുൻപ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേഷം മാറ്റാൻ കഴിവുള്ള ആ പൂതനയാകട്ടെ തൻ്റെ ശരീരത്തെ ഒരു സുന്ദര സ്ത്രീയുടെ, ഒരു സുന്ദരിയുടെ ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. അങ്ങനെതാ ഇപ്പോൾ ഗോകുലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാഖേചര്യേകതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശത് കാമചാരിണി. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യത്തെ വരിയിൽ സാ ഖേചരി ഏകതോപേത്യ, ഖേചരി ഏകത ഉപേത്യ, അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക, ചേർത്ത് തന്നെ വായിക്കണം. ഖേചരി ഏകതോപേത്യ,
ആദ്യത്തേത് ദായാണ്, രണ്ടാമത്തേത് തായാണ്. വായിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യോഷിത്വ. രണ്ടാമത്തെ വരിയിൽ വരുമ്പം യോഷിത്വ മായയാത്മാനം. മായയാത്മാന, അകാരം നീട്ടിയെടുക്കണം. അവിടെ രണ്ട് വിശ്ലേഷണം കാണാം. അപ്പോൾ അകാരം നന്നായി നീട്ടിയെടുക്കണം. ആത്മാനമാണ്, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത്. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നമുക്ക് നോക്കാം. ഖേചരി സാ പൂതന ഏകദ മായയാ ആത്മാനം യോഷിത്വ കാമചാരിണി നന്ദഗോകുലം ഉപേത്യ ഗൃഹം പ്രാവിശത്. ഒന്നുകൂടി പറയാം, ഗൃഹമില്ല ആ ശ്ലോകത്തിൽ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് നന്ദഗോപരുടെ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കിടക്കുന്ന അവിടേക്ക്, ആ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി പറയാം. ഖേചരി സാ പൂതന ഏകദ മായയാ ആത്മാനം യോഷിത്വ കാമചാരിണി നന്ദഗോകുലം ഉപേത്യ പ്രാവിശത്. ഭഗവാന്റെ ആ ഉണ്ണിയുടെ അടുത്തേക്ക് സുന്ദരിയായിട്ടുള്ള, അല്ലെ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യമുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ഒരു സുന്ദരിയുടെ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പൂതന ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. പൊതുവെ ഭഗവാനെക്കുറിച്ച് പറയാറുണ്ട്, ഭഗവാന് അലങ്കാരപ്രിയനാണ്. എന്നാൽ മഹാദേവനാകട്ടെ അഭിഷേകപ്രിയനാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി അണിഞ്ഞൊരുങ്ങി വരണം എന്ന് ചില സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ആ ഭഗവാനെ കാണാൻ എത്തിയത് മുൻജന്മത്തിൽ ശൂർപ്പണഖയായിരുന്നുവെങ്കിൽ ഈ ജന്മത്തിൽ പൂതന എത്തിയത് സുന്ദരീ രൂപം പൂണ്ട് തന്നെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്നത്. ഭഗവാനെ കാണാൻ വരുന്നത് ഭഗവാന്റെ ദർശനത്തിനാണ്. ആ ദിവ്യ രൂപം ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ വരുന്നത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നന്നായി ചമഞ്ഞൊരുങ്ങി പോകുന്നത് പോലെ ഈ ലോകം മുഴുവൻ ഏതൊരു രൂപത്തെ കാണാനാണോ കൊതിക്കുന്നത്, ഇടനെഞ്ചു നിറയെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ആ ദിവ്യരൂപത്തെ ഒരു നോക്ക് കാണുവാൻ ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ കൊതിക്കുന്നത് ഏതൊരു പൊന്നുണ്ണിക്കണ്ണനെ കാണാനാണോ, ആ ഭഗവാനെ കാണാൻ ദാ ഇപ്പോൾ പൂതനയും അണിഞ്ഞൊരുങ്ങി സുന്ദരീഭാവം പൂണ്ടുകൊണ്ട് ദാ ഭഗവാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും അവിടെ സംഭവിച്ചതൊക്കെ നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാം. അടുത്ത ശ്ലോകങ്ങൾ മുതൽ നമുക്കിനിയും ആ ഭഗവാന്റെ ലീലയുടെ വർണ്ണനകൾ ഇനിയും തുടങ്ങുന്നുണ്ട്. ആദ്യം പൂതനയുടെ സൗന്ദര്യവർണ്ണനയൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ ഇവിടെ മായയെ അവലംബിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് രൂപം മാറ്റി വന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിലും ആ മായയുടെ ഒരു കാരുണ്യം ഉണ്ടാവണം. മായാ ഭഗവതി വിചാരിച്ചാലേ നമുക്ക് ഭഗവാനിലേക്കും എത്താൻ കഴിയൂ. കാരണം ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ വിലയറിയൂ. അപ്പോൾ ദുഃഖങ്ങൾ വരുംതോറും നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് എത്താൻ കഴിയും. ഈ സുഖത്തിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് പായുന്നത് തന്നെ മായാഭഗവതിയുടെ ലീലയാണ്. മായയാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത് ബാഹ്യ വിഷയങ്ങളിലേക്ക്. അത് ദുഃഖത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളറിയാതെ ആ നാരായണനാമത്തിലേക്ക് മനസ്സ് പാഞ്ഞെടുക്കും. ഇവിടെയും നമുക്ക് അതുതന്നെയാണ് കാണിച്ചു തരുന്ന, മായയെ അവലംബിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഹരേ കൃഷ്ണ. തുടർന്നുള്ള ലീലകളൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഹരേ കൃഷ്ണ.